മൂന്നെണ്ണം ഇതുവരെ എണീറ്റില്ലേ? അങ്ങനെ കേട്ടാൽ ശരിയാവില്ല. ഇന്ന് സ്കൂളുള്ളതല്ലേ. അപ്പു, ചക്കി, മിന്നു എത്ര നേരെ ഉറങ്ങുന്നു. ഓ, ഇവൻ നിലത്ത് വീണോണ്ട് എണീറ്റതാ. അല്ലേ എണീക്കില്ല. ബാക്കി രണ്ടുപേരും എണീക്കാത്തെ. മിന്നു, ചക്കി, ഇവരിങ്ങനെ കിടന്നാൽ ശരിയാവൂല. പോയി തല്ല. അയ്യോ, അമ്മ എന്തിനാ എന്നെ ചവിട്ടുന്നേ? അമ്മ എന്നെ തല്ലുന്നേ. നിങ്ങളെ തല്ലല്ല വേണ്ടത്, ചൂടുവെള്ളം കൊണ്ട് നിങ്ങളെ മുഖത്തൊഴിക്കാം. അതെന്തിനാ ഇവൻ നിലത്തെടുക്കുന്നേ? അത് ശരിയാണല്ലോ. അതവന് വീണതാ. നീ ഇതുവരെ നീച്ചോയില്ലേ? ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. പോയി പല്ലേക്കേ. ഇനി ഇന്നും സ്കൂളിൽ പോണല്ലോ. പോയാ പറ്റൂ. വേഗം പൊടി. അയ്യോ, അതേ പോണു. ഇനി പോയി കുളിക്കാം. നീ എങ്ങോട്ടാ? ഞാൻ കുളിക്കാൻ. ഇല്ല, പറ്റില്ല. ഞാനാദ്യം കുളിക്കുന്നേ. ഇന്നലെ ഞാൻ കുളിക്കാൻ പോയപ്പോ നീ സമ്മതിച്ചില്ല. അപ്പൊ നീ ഇന്ന് കുളിക്കാൻ പോകുമ്പോ ഞാനിന്ന് സമ്മതിക്കും. അതൊന്ന് കാണണല്ലോ. കാണാം. ഇവരെന്താ ഇവിടെ തർക്കിക്കുന്നേ? ഞാൻ ഇവര് ഒന്നിരട്ടെ. എനിക്കാദ്യം കുളിക്കണം. ഇറങ്ങിറങ്ങ്, പുറത്തിറങ്ങ്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ അപ്പു. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഇറങ്ങിയാ മതി ആദ്യം. ഉന്തല്ലേ? ഞാൻ ഉന്തും. നടക്ക്. അയ്യോ, ഞാൻ എവിടെ? അയ്യോ, എനിക്ക് എത്തുന്നില്ലേ? എത്തി. പിന്നെ എന്താണാവോ കഴിക്കാൻ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായാൽ മതിയെന്ന്. പിന്നെ ഒന്നും ഉണ്ടാവൂല. ഇതുവരെ തിന്നു കഴിഞ്ഞില്ലേ? വേഗം പോയി കയ്യേറ്. ഹായ്, ചായ. ചായ അല്ല അപ്പു, വേഗം പോയി പഠിക്ക്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കണ്ടേ? ഞങ്ങള് പഠിച്ചോളാം. അല്ല മിന്നു, നമുക്ക് പോയിരിക്കാം. ശരി, വാ. നീ അവിടെ ചായ നോക്കിയിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നീയാണോ അപ്പൊ ഞങ്ങളെ ബുക്കൊക്കെ ഇവിടെ കൊണ്ടുവച്ചേ? ഞങ്ങൾ അവിടെയൊക്കെ തിരഞ്ഞു. എന്നാലും നിനക്ക് പറയായിരുന്നു. ഞാനൊന്നല്ലല്ലോ. എന്നാ പിന്നെ ഇത് എങ്ങനെ ഇവിടെ എത്തും? അഥവാ എത്താണ് നീ കാണൂലേ? അല്ല, ഞാൻ ചായ കുടിക്കുന്ന തിരക്കിലായിപ്പോയി. വെറുതെ കളിപ്പിക്കല്ലേ. അല്ല, സത്യമായിട്ട് ഞാനല്ല എടുത്തത്. എല്ലാരും ഒന്ന് അടുത്തേക്ക് വാ. എന്തിനാ? വാ, പറയാം. എന്താ? നമ്മുടെ ഈ വീട്ടിൽ പ്രേതം ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. നിനക്ക് തോന്നുന്നേ? അല്ല, കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. മൂന്നും കൂടി അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുക. അയ്യോ അമ്മ, പഠിക്കാൻ ഏൽപ്പിച്ചാ പിന്നെ ഒന്നും. അച്ഛൻ വന്നേ. എന്തെങ്കിലും മുട്ടായി കൊണ്ടുവന്നുണ്ടാവും. വാ ചേച്ചിമാരെ, ഇപ്പൊ വരാന്ന് ചോദിച്ചാ മതി. ഈ പിള്ളേരെ പറഞ്ഞ കാര്യമില്ല. ഞാനിങ്ങനെ തന്നെയായിരുന്നു പണ്ട്. മക്കളെ, അച്ഛാ എന്നെ കൊണ്ടുവന്നു. ഒന്നും മേടിച്ചില്ല മക്കളെ. എന്നിട്ടൊന്നും മേടിക്കാഞ്ഞേ? സമയം കിട്ടിയില്ല മക്കളെ. അച്ഛൻ നാളെ എന്തെങ്കിലും മേടിച്ചു തരാട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ചേച്ചിമാരെ, നമുക്ക് പോവാം. അതെ പോവാം, വാ. എന്തൊരു ക്ഷീണം. പോയി ഉറങ്ങാം. ഇവിടെ ആരും എന്നെ സഹായിക്കാനില്ല. അയ്യോ, പ്രേതം ഓടിക്കോ. മനുഷ്യ പോത്ത് പോലെ ഇറങ്ങുന്ന എണീക്ക്. എന്താടി എന്തോ പേടിച്ചതുപോലെ? പിന്നെ പ്രേതത്തിനെ കണ്ട പിന്നെ ചിരിച്ച് ഹലോ പറയോ? പ്രേതോ? നിനക്ക് തോന്നിയതാവും. അല്ല, ആ ഫ്രിഡ്ജിന്റെ മുകളിൽ പ്രേതം ചിരിക്കുന്നുണ്ട്. ഇവളെ ഓരോ കാര്യങ്ങളെ എന്നെ പറ്റിക്കാത്ത പോടി. എന്റെ ഉറക്കവും കളഞ്ഞു. ഇങ്ങനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയ്യോ, നീ അടുക്കളയ്ക്ക് ഞാൻ എങ്ങനെ പോയി കുക്ക് ചെയ്യും? ഇവിടെ ഇല്ല, പോയിണ്ടാവും തോന്നുന്നു. അമ്മ, പേടിപ്പിക്കുന്നോടെ എല്ലാവരും പേടിച്ചിരിക്കുക. എന്തിനാ പേടിച്ചിരിക്കുന്നേ? അത് പോട്ടെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഹലോ. അയ്യോ, പ്രേതം. അമ്മ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ. അമ്മ, ഞങ്ങൾ രക്ഷിക്കേ. ഇറങ്ങി നിൽക്കങ്ങോട്ട്. എനിക്ക് ഇവിടെ പേടിയിട്ട് വയ്യ. അയ്യോ പ്രേതമേ, എന്നും ചെയ്യല്ലേ. ഇവരെന്താന്ന് വെച്ച് ചെയ്തോ? അയ്യോ, ഞങ്ങൾ അടുത്തേക്ക് വരില്ലേ. ഈ പ്രേതത്തിന് മലയാളം അറിയില്ല തോന്നുന്നു. പക്ഷെ നേരത്തെ ഇങ്ങനെ അഴകിയ ലേല പാടിയത്. അഴകിയ ലേല? അമ്മ ഇങ്ങനെ നമ്മൾ രക്ഷിക്കേ. അയ്യോ, നമ്മൾ അടുത്തേക്ക് വരുന്നു.